ഹായ്, SP റോഡിലാണ്. നമ്മുടെ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം നടത്തുക. നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടോ വാർത്തയല്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് കേരളത്തിലെ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ പലതരത്തിലുള്ള പ്രതിഷേധം മനോരമയ്ക്ക് ഫ്രണ്ട് ഷീറ്റിലൊക്കെ എന്തൊരു വാർത്തയായിരുന്നു. തലമുണ്ടനം ചെയ്യുന്നത്, മുട്ടിലെഴയുന്നതെല്ലാം. അന്ന് ആർക്കോ വേണ്ടി PR പണിയെടുത്ത മനോരമ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു പ്രതിഷേധ സമരം ഇന്നലെ രാത്രി പോലും അരങ്ങേറുന്നതായിട്ട് കാണാനിടയായി. അതായത് LPST റാങ്ക് ലിസ്റ്റ് പട്ടിക 3 വർഷത്തിന് ശേഷം 2023 നടന്ന പരീക്ഷയുടെ റിസൾട്ട്, 2022-23 നടന്ന പരീക്ഷയുടെ റിസൾട്ട് 3 വർഷത്തിന് ശേഷം വന്നിരുന്നിട്ടുണ്ട്. അതിൽ ഇതുവരെ നിയമനം നടത്തുന്നില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിയമന ആഘോഷമെന്ന് പ്രഖ്യാപിച്ചാണ് മേനോൻ സർക്കാർ ഉൾപ്പെടെ രംഗത്ത് വന്നത്. രാത്രി മഴയും കൊണ്ട് ആ സ്ത്രീകൾ അവിടെ പ്രതിഷേധിക്കുമ്പോൾ, ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു തരം ഇരട്ടത്താപ്പാണ്. കാര്യം വാക്ക് കൊടുത്ത് പറ്റിക്കുന്നവരാണ് ഈ പറയുന്ന മേനോൻ സർക്കാർ. അധികാരത്തിന് പുറത്തു നിന്ന സന്ദർഭത്തിൽ അവർ സ്ത്രീകൾ ഉൾപ്പെടെ, അതായത് ഈ റാങ്ക് ഹോൾഡേഴ്സിനെ കൊണ്ടുവന്ന് ശയനപ്രദർശനം, മുട്ടിലഴിക്കൽ, ഈ പറയുന്ന തലമുണ്ടനം പോലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതിനു ശേഷം ഇന്നിപ്പോൾ വാക്ക് കേട്ട് വിശ്വസിച്ചിരുന്നവരെ അധികാരത്തിൽ വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവരുടെ രാവും പകലും കൊച്ചുങ്ങളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രതിഷേധത്തിന്, ജോലിക്ക് വേണ്ടി സമരത്തിന് കിടക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചത് വാർത്തയല്ലാതായി മാറുകയാണെങ്കിൽ, ഇന്നലകളിൽ അത് വലിയ വാർത്താ പ്രാധാന്യം പത്രങ്ങളിൽ ഉൾപ്പെടെ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ നെറികെട്ട മാധ്യമ പ്രവർത്തനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണത്. പെരുമഴയാണ് ഈ നട്ടപ്പാതിര നേരത്ത് പെയ്തത്. ഈ നട്ടപ്പാതിര നേരത്ത് പെയ്ത പെരുമഴയിലും സമരവീര്യം ചോരാതെ എന്റെ പിന്നിൽ കാണുന്ന ഈ സമര പോരാളികൾ നമ്മൾക്ക് വേണ്ടി ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പെരുമഴയല്ല, കൊടുങ്കാറ്റടിച്ചാലും പാറ പോലെ ഉറച്ച് നീതിക്ക് വേണ്ടി വിജയം കൊയ്യുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാകും. നീതി നൽകുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. വിജയം എപ്പോഴാണോ കാണുന്നത് അന്ന് മാത്രമേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ. അതിനി ഒരു മുടന്തൻ ന്യായങ്ങളും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. നീതി വേണം, നിയമനം വേണം, ഞങ്ങൾക്കറിയിച്ച ജോലി വേണം. ഇക്കൊല്ലം കിട്ടിയില്ല, അടുത്ത കൊല്ലം കിട്ടില്ല. എന്തായാലും ഈ ഒരു ഡയലോഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെറുതെ നിങ്ങൾ അവരെ മോഹിപ്പിച്ചു. ഇലക്ഷന് മുമ്പ് ഇതൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ കാലിന്റെ ചോട്ടിൽ അവരിയ്ക്കുന്നത്. എന്നിട്ട് അവരെ പോലും കാണാതെയാണ് അദ്ദേഹം ഡൽഹിയിലോട്ട് പോയത് കൊടി പിടിക്കാൻ. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടില്ല, ഞാനും വരികയായി തിരുവനന്തപുരത്തോട്ട്. ഞാൻ ഒരു തവണ കൂടി പറയുന്നു, മുഖ്യമന്ത്രിയുടെ കാലിന്റെ ചുവട്ടിലാണ് ഇവർ കിടക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം. അങ്ങ് ഡൽഹിയിലുള്ളവർ മാത്രമല്ല കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, ഇവരും കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. 5-6 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്. അതിലും ഫസ്റ്റ് റാങ്ക് അടിച്ചവനെ ജോലി കൊടുക്കാതെയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് കൊടി പിടിക്കുന്നത്. എന്തൊരു കഷ്ടമാണിത്. എന്നിട്ടും അടുത്ത എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു. എന്തൊരു ദയനീയ അവസ്ഥയാണത്. ഇവരാരും എന്താ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തെ. ഇവർക്കൊക്കെയും വീടുകളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇതൊന്നും വേണ്ടാന്ന് വെച്ച് നിങ്ങളുടെ കാലിന് ചോട്ടിൽ, അതായത് ഫുട്പാത്തിൽ കിടക്കണമെങ്കിൽ എത്രത്തോളം ഇവര് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. കണ്ടല്ലോ, കൈക്കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ. കാര്യം നമ്മുടെ നാട്ടിൽ ഈ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള പരീക്ഷ എഴുതിയിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതിന്റെ ലിസ്റ്റിന്റെ കാലാവധി പൂർത്തീകരിക്കാനായിട്ട് സമയമായി വരുന്നുണ്ട്. ഇതുവരെ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമനങ്ങൾ വേണ്ട തോതിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രതിഷേധത്തിന് കാരണം. കാര്യം പല തോതിലുള്ള പരിഗണനകൾ വെച്ചിട്ടും, അതായത് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ കുറയുന്നു എന്നതിന്റെ പേരിൽ നിയമനങ്ങൾ നടത്തുന്നില്ല. പോരാത്തതിനും എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച്, എയ്ഡഡ് അല്ല അൺഎയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടങ്ങളിൽ മാനേജ്മെന്റാണ് ടീച്ചേഴ്സിനെ നിയമിക്കുന്നു എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു. ഇങ്ങനെ പഠിച്ച് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് ഇപ്പോൾ നിയമനം കിട്ടാതെ വരുമ്പോൾ ഇന്നലകളിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അവരുടെ പക്ഷം നിന്നുകൊണ്ട് സർക്കാരിന് സ്പെഷ്യൽ ക്ലാസ് എടുത്തവർ അധികാരത്തിൽ വന്നാൽ അത്തരം ആൾക്കാരെ ഈ തെരുവിലേക്ക് വരാൻ അനുവദിക്കാതെ അവരുടെ കയ്യിൽ ചൂടോടുകൂടി അഡ്വൈസ് അങ്ങ് വെച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്? അതല്ലേ ഹീറോയിസം? ഇന്നലകളിൽ പ്രതിഷേധ സമരത്തിന് വേണ്ടി അവരെ തെരുവിലിറക്കി. അത് വെച്ചിട്ട് നമ്മുടെ മനോരമയ്ക്കും മാതൃഭൂമിക്കും മുതലാളിമാർക്ക് കുറച്ച് പൈസ കൊണ്ട് കൊടുത്താൽ അത് വെച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വാർത്ത സൃഷ്ടിച്ചവർ അവരുടെ ഉള്ളിലെ ആത്മാർത്ഥത എന്താണെന്നും, റാങ്ക് ഹോൾഡേഴ്സിനെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഇന്നലകളിൽ കൊടുത്തത് ഞങ്ങൾക്കൊന്ന് ചവിട്ടി മുകളിലേക്ക് കയറിപ്പോകാൻ വേണ്ടിയുള്ള പടി മാത്രമായിരുന്നു. ഉദ്യോഗാർത്ഥികളും PSC റാങ്ക് ഹോൾഡേഴ്സ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധ സമരം. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ദേശീയ തലത്തിൽ യുവജനങ്ങളുടെ പ്രക്ഷോഭം നടന്നപ്പോൾ എങ്ങനെയാണോ ദേശീയ മാധ്യമങ്ങൾ ഈ പറയുന്ന യുവജന സമരത്തെ അവഗണിച്ചുകൊണ്ട് അവർക്കൊപ്പം നിലകൊണ്ടത്, അതുപോലെയാണ് ഇവിടെ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നലകളിൽ അവർക്ക് വേണ്ടി ഫീൽഡിൽ പണിയെടുത്തവർ
ഈ പറയുന്ന PSC ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിന് വേണ്ടിയൊക്കെ അവർ വലിയ വമ്പൻ തലക്കെട്ടുകൾ നിരത്തിയവർ, വലിയ വലിയ ഫോട്ടോകൾ അച്ചടിച്ച് ജനങ്ങളുടെ മുന്നിൽ വികാരം സൃഷ്ടിച്ചവർ ഇന്നിപ്പോ തെരുവിൽ കിടക്കുമ്പോൾ കാണാത്ത ഭാവത്തിന് നടക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മനോഭാവം എന്താണ്? പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും എന്താണ്? ആ ഉദ്യോഗാർത്ഥികൾ നീതിയുക്തമായിട്ടുള്ള കാര്യത്തിനാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം കിടക്കുന്നത്. ആ സമരത്തിനോട് നീതി ഉണ്ടായേ മതിയാകുള്ളൂ. നിങ്ങൾ ഇന്നലകളിൽ രാവും പകലും എല്ലാം അവരോട് പോയി നിന്ന് പല ഫോട്ടോഷൂട്ടുകളും നടത്തി അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിച്ചേ മതിയാകുള്ളൂ. പഠിച്ച് പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയവരാണ്. അവർക്ക് ജോലി അനിവാര്യമാണ്. അതിനു നേരെ കണ്ണടച്ചിട്ട് ഇന്നലകളിൽ വാർത്ത സൃഷ്ടിച്ചും ഇപ്പോൾ മണ്ണുവാരത്തുനിന്ന് നിങ്ങളുടെ പിറകിൽ നടക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിച്ചേ മതിയാകൂ.